മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഓൺലൈനിലാക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ അടുത്ത വർഷം മുതൽ നടപ്പാക്കാനാണ് ശ്രമം. MBBS, BDS, ആയുർവേദ, സിദ്ധ, യുനാനി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പ്രവേശനത്തിനായി നടത്തുന്നതാണ് ഇത്. ആരോഗ്യ മന്ത്രാലയമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ISRO മുൻ ചെയർമാനും മലയാളിയുമായ ഡോക്ടർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ വിദഗ്ധ സമിതിയെ റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 101 ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും സുപ്രീം കോടതിക്കും കൈമാറിയിട്ടുണ്ട്. അടുത്ത കൊല്ലത്തെ പരീക്ഷയിൽ ശുപാർശകൾ നടപ്പാക്കും. പരീക്ഷാ നടത്തിപ്പിനുള്ള പ്രോട്ടോകോൾ ഉടനിറക്കും. അതേസമയം 2025 നീറ്റ് UG പരീക്ഷയുടെ സിലബസ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തുവിട്ടു. nmc.org.in സിലബസ് ലഭ്യമാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവണതകൾ തടയുന്നതിനു വേണ്ടി പെൻ ആൻഡ് പേപ്പർ ഓഫ് ലൈൻ മോഡിലാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ ഔട്ട്സോഴ്സിംഗ് കരാർ സേവനങ്ങൾ പരിമിതപ്പെടുത്തണമെന്നും സുരക്ഷയ്ക്ക് ഹൈബ്രിഡ് പ്രോസസ് വേണമെന്നും പറഞ്ഞു. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന സെർവറുകളിലേക്ക് അയക്കണം. ഹൈസ്പീഡ് പ്രിന്ററുകൾ ഉപയോഗിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിലായിരിക്കണം പ്രിന്റിംഗ് നടത്തുന്നത്. കേന്ദ്രീയ ജവഹർ നവോദയ വിദ്യാലയങ്ങൾ പരീക്ഷാ കേന്ദ്രമാക്കണം. പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടണം എന്ന രീതിക്കും ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തുന്നുണ്ട്. 2025 മുതൽ നീറ്റ്, JEE, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നിവ മാത്രമേ NDA നടത്തുകയുള്ളൂ. റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ നടത്തില്ല. പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചും NDA പരീക്ഷകൾ നടത്തും.